ുന്നുണ്ട് ശ്രീ രാജേഷ് മേലെടുത്ത് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് മരണവാർത്ത സ്ഥിരീകരിക്കപ്പെട്ട് മറ്റ് നടപടികളിലേക്ക് പ്രവേശിക്കുകയാണ്. താങ്കൾ അവിടേക്ക് എത്തിയോ? അങ്ങനെ ചെന്നിട്ടില്ല, വീട്ടിലേക്ക് സന്ദർശിച്ചിട്ടില്ല. ഇപ്പോൾ അറിഞ്ഞതേ ഉള്ളൂ. പഞ്ചായത്ത് ഓഫീസിലാണ് ഇപ്പൊ അറിഞ്ഞതേ ഉള്ളൂ. വളരെ ദുഃഖകരമായ വാർത്തയാണ്. എന്നാൽ കുട്ടിയുടെ അവസ്ഥ വളരെ ഗുരുതരാവസ്ഥയിലാണെന്നും പ്രതീക്ഷയ്ക്ക് പ്രയാസമാണെന്നെല്ലാം എന്നുള്ള നിലയിൽ എല്ലാ തരത്തിലുള്ള ചികിത്സ ഏറ്റവും ആധുനിക സംവിധാനങ്ങളൊക്കെ വെച്ചിട്ടും വളരെ മാരകമായ പരിക്കേറ്റതിനാൽ പ്രതീക്ഷ ഇല്ല എന്ന നിലയിൽ അറിഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൂടെ നമ്മുടെ വാർഡ് മെമ്പറെല്ലാം സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു, ആ അവസ്ഥയിലായിരുന്നു അല്ലേ രാജേഷ്? അത്ര മാരകമായ നിലയിൽ ആ കുട്ടി പരിക്കേറ്റിരുന്നു. ആ കുട്ടി വളരെ മിടുക്കിയായിട്ടുള്ള കുട്ടിയായിരുന്നു. സ്പെഷ്യൽ ഒളിമ്പിക്സിലേക്ക് സമ്മാനങ്ങളൊക്കെ നേടി നമ്മുടെ MLA-യുമായിട്ടൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ആ വീട്ടിൽ പോയി ആ കുട്ടിയെ അനുമോദിക്കുക ചെയ്യുന്ന വിധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്ര മിടുക്കിയായിട്ടുള്ള കുട്ടിയായിരുന്നു. ഓൺലൈനിലെ ചില സൗഹൃദങ്ങളിൽ പെട്ടുപോകുകയും അത്തരം അപകടകാരിയായ ഒരു ആൺസുഹൃത്തിനോട് അടുപ്പം വരികയും ചെയ്യുന്ന നിലയുണ്ടായി. അയാളെ ഈ കുട്ടിയെ ലഹരിക്ക് അടിമപ്പെടുത്തുന്ന രീതിയിൽ ഇടപെട്ടിരുന്നു എന്നെല്ലാമാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും കുട്ടി പിന്നീട് നല്ല വലിയ മാരകമായ ദയവില്ലാത്ത രീതിയിലുള്ള മാരകമായ മർദ്ദനത്തിന് ഇരയായി. ക്രൂരമായ നിലയിലുള്ള മർദ്ദനത്തിന്റെ തുടർച്ചയിലാണ് ഇത്ര ഗുരുതരാവസ്ഥയിൽ ആ കുട്ടി മാറുന്ന നിലയുണ്ടായത്. മാത്രമല്ല, ഇതുമായി പരാതികളെല്ലാം പ്രദേശവാസികൾ നൽകിയിരുന്നു. ആ പരാതികളിലെല്ലാം അതിന്റെ അതേ പരിഗണനയിലെടുത്ത് ഇടപെടുന്നതിലും പോരായ്മ വന്നിട്ടുണ്ട് എന്നുള്ള നിലയിലൊക്കെ ആശങ്കയുണ്ട്. എല്ലാം പരിശോധിക്കപ്പെടേണ്ടത് കൂടിയാണ്. ശരി, വളരെയധികം നന്ദി. ശ്രീ രാജേഷ് മേലെടുത്ത് ചോറ്റാനിക്കര പഞ്ചായത്ത് പ്രസിഡന്റാണ് പ്രതികരണം നടത്തിയത്.